ഞാൻ ഏതാ ഫോൺ കുറെ നേരമായല്ലോ അറിയില്ല. നമ്മളെ മോട്ടോറിന്റെ Razr 60 ഏതാ ഫോൾഡിംഗ് ഒക്കെ ഇല്ലേ? നല്ല അടിപൊളി സെറ്റാ. പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയതായിട്ടൊരു ഫോൺ വാങ്ങിക്കുന്ന ഒരാൾക്ക് ഈ ഫോൺ സജസ്റ്റ് ചെയ്യാനുള്ള 2 റീസൺ പറഞ്ഞേ. അത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നല്ല അത്യാവശ്യം നല്ല കോമ്പാക്ട് സീരീസ് നമ്മളെ കയ്യിലൊതുങ്ങും. പിന്നെ അതുപോലെ സെക്കൻഡറി ക്യാമറ ഉണ്ട്, കണ്ടില്ലേ? ഇതിലെ നമുക്ക് എന്താ പറയുക, മറ്റുള്ള മെയിൻ ഡിസ്പ്ലേന്റെ ആവശ്യം വരുന്നില്ല. സെക്കൻഡ് ഡിസ്പ്ലേ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. മെയിൻ ഡിസ്പ്ലേ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ, എല്ലാം സെറ്റ് ആവശ്യം വരുന്നില്ല. ഇത് ധാരാളമാണ്, എല്ലാം മുഴുവൻ എല്ലാം ഇതിൽ തന്നെയാണ്. പിന്നെ സ്നാപ്പിന്റെ കാര്യത്തിൽ നമ്മളൊരു ക്യാമറയിലായിക്കോട്ടെ സൂപ്പർ ആയിട്ട് മെയിൻ ഡിസ്പ്ലേ ഓപ്പൺ ആക്കാതെ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു ഫോട്ടോസ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ ഡീറ്റെയിൽ ആയിക്കോട്ടെ കേട്ടോ. ക്ലാരിറ്റി ഒക്കെ എത്ര നല്ല ക്ലാരിറ്റി വീഡിയോസിലായാലും അതേപോലെ ഇതേ ഡീറ്റെയിൽ തന്നെയാണ് കേട്ടോ. സ്പെഷ്യലി നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ലേഡീസ് സൂപ്പർ. കാരണം നല്ല മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഫോൺ മതി, ഇങ്ങനെ വെക്കുക. പിന്നെ അതുപോലെ തന്നെ ടിക്ടോക്ക് വീഡിയോസ് ചെയ്യുന്നവർക്ക് സെൽഫി സ്റ്റിക്കിന്റെ ഒന്നും ആവശ്യമില്ല. മെയിൻ ക്യാമറയുടെ ഫുൾ ക്ലിയറിൽ അതിൽ നമുക്ക് സെക്കൻഡ് ഡിസ്പ്ലേ ഒരു മാറ്റില്ല. യൂസ് ആവുന്നത് മെയിൻ ഡിസ്പ്ലേ തന്നെയാണ്. സെക്കൻഡ് ഡിസ്പ്ലേ ചിന്താഗതിയെ വേണ്ട, എല്ലാം മെയിൻ ഡിസ്പ്ലേ പോലെ തന്നെയാണ് സെക്കൻഡ് ഡിസ്പ്ലേ. നല്ല ക്ലാരിറ്റി ഉണ്ട്. നല്ല ഡീറ്റെയിൽ 50 മെഗാ പിക്സൽ ക്യാമറ. ഏതാ ലെൻസ്? സോണി ലിവിയ. പിന്നെ എന്താ വേണ്ടേ? അപ്പൊ ഈ ഒരു ഐറ്റം നല്ല ബെസ്റ്റ് പ്രൈസിന് കിട്ടുന്ന ഒരു പ്ലേസ് കൂടി സജസ്റ്റ് ചെയ്തല്ലോ. അപ്പോ ഫോൺ ഇപ്പം പർച്ചേസ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ടൈമാണ്. പോരാത്തന്നെ ഇവിടെ ഗിഫ്റ്റ് ഉണ്ട് കണ്ടോ. 6 മന്ത് സ്ക്രീൻ ഡാമേജ് പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ, അതായത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇതല്ലാതെ മറ്റു വേറെ എന്തെങ്കിലും മോഡൽസ് ആണെങ്കിലും അതും അവൈലബിൾ ആണ്. എല്ലാ മോഡൽസും ചെറിയതായാലും വലുതായാലും എല്ലാ മോഡൽസിനും ബെസ്റ്റ് പ്രൈസ്, ഒപ്പം ഗിഫ്റ്റ്. റൈറ്റ്? യെസ്.